നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് കറണ്ട് അഫേഴ്സ് പാർട്ട് 2. നബാർഡിനെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം? 1. ശിവരാമൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരം രൂപീകൃതമായത്. 2. ഒറീസയിലെ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന എം ശ്രീരാമകൃഷ്ണ അയ്യയാണ് നബാർഡിൻ്റെ ആദ്യ ചെയർമാൻ. 3. 1982 ജൂലൈ 12 രൂപീകൃതമായ നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈ ആകുന്നു. 4. നബാർഡ് പൂർണ്ണമായും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ഓപ്ഷൻ എ 1, 2, 3 എന്നിവ മാത്രം. ഓപ്ഷൻ ബി 1, 2, 3, 4 എന്നിവ. ഓപ്ഷൻ സി 1, 2, 4 എന്നിവ മാത്രം. ഓപ്ഷൻ ഡി 2, 3, 4 എന്നിവ മാത്രം. ഉത്തരം ഓപ്ഷൻ ബി 1, 2, 3, 4 എന്നിവ. നബാർഡിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ: ശിവരാമൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരം രൂപീകൃതമായത്. ഒറീസയിലെ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന എം ശ്രീരാമകൃഷ്ണ അയ്യയാണ് നബാർഡിൻ്റെ ആദ്യ ചെയർമാൻ. 1982 ജൂലൈ 12 രൂപീകൃതമായ നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈ ആകുന്നു. നബാർഡ് പൂർണ്ണമായും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1. അലുമിനിയം പാത്രങ്ങളുടെ നിർമ്മിതി ബ്രിട്ടീഷ് ഇന്ത്യയിൽ മൺപാത്ര നിർമ്മാണത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. 2. തുകലിൻ്റെ യൂറോപ്പിലേക്കുള്ള കയറ്റുമതി ബ്രിട്ടീഷ് ഇന്ത്യയിൽ തുകൽ പണിയുടെ തകർച്ചയ്ക്ക് കാരണമായി. 3. ലോഹനിർമ്മിത യന്ത്രങ്ങളുടെ ഉപയോഗം മരപ്പണിയുടെ തകർച്ചയ്ക്ക് കാരണമായി. ഓപ്ഷൻ എ 1, 2 എന്നിവ. ഓപ്ഷൻ ബി 1, 3 എന്നിവ. ഓപ്ഷൻ സി 1, 2, 3 എന്നിവ. ഓപ്ഷൻ ഡി 1 മാത്രം. ഉത്തരം ഓപ്ഷൻ സി 1, 2, 3 എന്നിവ. ശരിയായ പ്രസ്താവനകൾ: അലുമിനിയം പാത്രങ്ങളുടെ നിർമ്മിതി ബ്രിട്ടീഷ് ഇന്ത്യയിൽ മൺപാത്ര നിർമ്മാണത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. തുകലിൻ്റെ യൂറോപ്പിലേക്കുള്ള കയറ്റുമതി ബ്രിട്ടീഷ് ഇന്ത്യയിൽ തുകൽ പണിയുടെ തകർച്ചയ്ക്ക് കാരണമായി. ലോഹനിർമ്മിത യന്ത്രങ്ങളുടെ ഉപയോഗം മരപ്പണിയുടെ തകർച്ചയ്ക്ക് കാരണമായി. ചുവടെ പറയുന്നവയിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. നാട്ടുരാജ്യങ്ങളെ ഏകീകരിച്ച് ഇന്ത്യൻ യൂണിയൻ സ്ഥാപിക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ച വ്യക്തി. 2. 1928 ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. 3. ജന്മദിനമായ ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിനമായി ആഘോഷിക്കുന്നു. ഓപ്ഷൻ എ 1, 2, 3 എന്നിവ. ഓപ്ഷൻ ബി 1, 3 എന്നിവ മാത്രം. ഓപ്ഷൻ സി 2, 3 എന്നിവ മാത്രം. ഓപ്ഷൻ ഡി 1, 2 എന്നിവ മാത്രം. ഉത്തരം ഓപ്ഷൻ എ 1, 2, 3 എന്നിവ. സർദാർ വല്ലഭായ് പട്ടേലിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ: നാട്ടുരാജ്യങ്ങളെ ഏകീകരിച്ച് ഇന്ത്യൻ യൂണിയൻ സ്ഥാപിക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ച വ്യക്തി. 1928 ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. ജന്മദിനമായ ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിനമായി ആഘോഷിക്കുന്നു. GST അഥവാ ചരക്ക് സേവന നികുതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1 2. ഇന്ത്യയിൽ ആദ്യമായി GST നടപ്പിലാക്കിയത് ആസാമിലാണ്. 3. മത്സ്യം, മാംസം, മുട്ട, പച്ചക്കറികൾ, കന്നുകാലികൾ, ക്ഷീര ഉൽപ്പന്നങ്ങൾ, തേൻ എന്നിവയെ GSTയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. 4. പെട്രോളിയത്തിന് GST ബാധകമാണ്. ഓപ്ഷൻ എ 1, 3, 4 എന്നിവ.
ഓപ്ഷൻ ബി 1, 2, 4 എന്നിവ. ഓപ്ഷൻ സി 1, 2, 3 എന്നിവ. ഓപ്ഷൻ ഡി 2, 3, 4 എന്നിവ. ഉത്തരം ഓപ്ഷൻ സി 1, 2, 3 എന്നിവ. GST അഥവാ ചരക്ക് സേവന നികുതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ്. ഇന്ത്യയിൽ ആദ്യമായി GST നടപ്പിലാക്കിയത് ആസമിലാണ്. മത്സ്യം, മാംസം, മുട്ട, പച്ചക്കറികൾ, കന്നുകാലികൾ, ക്ഷീര ഉൽപ്പന്നങ്ങൾ, തേൻ എന്നിവയെ GSTയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. മൗലിക കടമകളെക്കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം? 1. സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്. 2. 1976-ലെ 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. 3. സപ്രു കമ്മിറ്റിയുടെ ശുപാർശയനുസരിച്ച് കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഓപ്ഷൻ എ 1, 2 എന്നിവ. ഓപ്ഷൻ ബി 2, 3 എന്നിവ. ഓപ്ഷൻ സി 1 മാത്രം. ഓപ്ഷൻ ഡി 2 മാത്രം. ഉത്തരം ഓപ്ഷൻ എ 1, 2 എന്നിവ. മൗലിക കടമകളെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ. സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്. 1976-ലെ 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. വിവരാവകാശ നിയമത്തെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം? 1. വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാൻ അധികാരമുള്ളത് ഹൈക്കോടതികൾക്കും സുപ്രീം കോടതികൾക്കും മാത്രമാണ്. 2. വിവരം ലഭിക്കാത്തതിനെ തുടർന്ന് മേലുദ്യോഗസ്ഥന് അപ്പീൽ നൽകുന്നതിന് വിവരാവകാശ നിയമപ്രകാരം ഫീസ് നൽകേണ്ടതില്ല. ഓപ്ഷൻ എ 1, 2 എന്നിവ തെറ്റാണ്. ഓപ്ഷൻ ബി 1, 2 എന്നിവ ശരിയാണ്. ഓപ്ഷൻ സി 2 മാത്രം. ഓപ്ഷൻ ഡി 1 മാത്രം. ഉത്തരം ഓപ്ഷൻ ബി 1, 2 എന്നിവ ശരിയാണ്. വിവരാവകാശ നിയമത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ. വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാൻ അധികാരമുള്ളത് ഹൈക്കോടതികൾക്കും സുപ്രീം കോടതികൾക്കും മാത്രമാണ്. വിവരം നൽകാത്തതിനെ തുടർന്ന് മേലുദ്യോഗസ്ഥന് അപ്പീൽ നൽകുന്നതിന് വിവരാവകാശ നിയമപ്രകാരം ഫീസ് നൽകേണ്ടതില്ല. ചുവടെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ വേതനം സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ വേതനത്തിന് തുല്യമാണ്. 2. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വേതനം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വേതനത്തിന് തുല്യമാണ്. 3. കേരളത്തിൽ ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷണർ രാജീവൻ പിള്ളയാണ്. 4. വിൻസൻ എം പോളാണ് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഓപ്ഷൻ എ 1, 2, 3, 4 എന്നിവ. ഓപ്ഷൻ ബി 1, 2, 4 എന്നിവ മാത്രം. ഓപ്ഷൻ സി 2, 4 എന്നിവ മാത്രം. ഓപ്ഷൻ ഡി 1, 3 എന്നിവ മാത്രം. ഉത്തരം ഓപ്ഷൻ എ 1, 2, 3, 4 എന്നിവ. എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. ചുവടെ പറയുന്നവയിൽ ഏതെല്ലാം സ്ഥാപനങ്ങളാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്? 1. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. 2. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. 3. ദേശീയ പട്ടികജാതി കമ്മീഷൻ. 4. പ്ലാനിംഗ് കമ്മീഷൻ. ഓപ്ഷൻ എ 1, 2 എന്നിവ. ഓപ്ഷൻ ബി 3, 4 എന്നിവ. ഓപ്ഷൻ സി 1, 3 എന്നിവ. ഓപ്ഷൻ ഡി 2, 4 എന്നിവ.
ഉത്തരം ഓപ്ഷൻ എ 1, 2 എന്നിവ. സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്: കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ചുവടെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം? 1. കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. 2. ലോകത്തിലെ ഏറ്റവും വലിയ സൗരോർജ പാർക്ക് രാജസ്ഥാനിലാണ്. 3. താപവൈദ്യുതി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. 4. കോട്ട തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലെ ചമ്പൽ നദീതീരത്താണ്. ഓപ്ഷൻ എ 1, 2, 4 എന്നിവ മാത്രം. ഓപ്ഷൻ ബി 1, 3, 4 എന്നിവ മാത്രം. ഓപ്ഷൻ സി 1, 2, 3, 4 എന്നിവ. ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവ മാത്രം. ഉത്തരം ഓപ്ഷൻ സി 1, 2, 3, 4 എന്നിവ. ശരിയായ പ്രസ്താവനകൾ: കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. ലോകത്തിലെ ഏറ്റവും വലിയ സൗരോർജ പാർക്ക് രാജസ്ഥാനിലാണ്. താപവൈദ്യുതി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. കോട്ട തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലെ ചമ്പൽ നദീതീരത്താണ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം? 1. സേതു സമുദ്രം പദ്ധതി ബന്ധിപ്പിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യ, ശ്രീലങ്ക എന്നിവയാണ്. 2. സേതു സമുദ്രം പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് പാക് കടലിടുക്കിലാണ്. 3. തൂത്തുക്കുടി പോർട്ട് ട്രസ്റ്റാണ് സേതു സമുദ്രം പദ്ധതിയുടെ ചുമതല വഹിക്കുന്നത്. 4. സേതു സമുദ്രം കപ്പൽ ചാനൽ ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ എന്നിവയെ ബന്ധിപ്പിക്കുന്നു. ഓപ്ഷൻ എ 1, 2, 3, 4 എന്നിവ. ഓപ്ഷൻ ബി 1, 2, 4 എന്നിവ മാത്രം. ഓപ്ഷൻ സി 1, 3, 4 എന്നിവ മാത്രം. ഓപ്ഷൻ ഡി 2, 3, 4 എന്നിവ മാത്രം. ഉത്തരം ഓപ്ഷൻ എ 1, 2, 3, 4 എന്നിവ. ശരിയായ പ്രസ്താവനകൾ: സേതു സമുദ്രം പദ്ധതി ബന്ധിപ്പിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യ, ശ്രീലങ്ക എന്നിവയാണ്. സേതു സമുദ്രം പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് പാക് കടലിടുക്കിലാണ്. തൂത്തുക്കുടി പോർട്ട് ട്രസ്റ്റാണ് സേതു സമുദ്രം പദ്ധതിയുടെ ചുമതല വഹിക്കുന്നത്. സേതു സമുദ്രം കപ്പൽ ചാനൽ ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ എന്നിവയെ ബന്ധിപ്പിക്കുന്നു. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. 2 ദേശീയ ഗാനങ്ങളുള്ള ഏക രാജ്യമാണ് ന്യൂസിലാൻഡ്. 2. സ്വന്തമായി ദേശീയ ഗാനമില്ലാത്ത രാജ്യമാണ് സൈപ്രസ്. 3. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഓപ്ഷൻ എ 1, 3 എന്നിവ മാത്രം. ഓപ്ഷൻ ബി 2, 3 എന്നിവ മാത്രം. ഓപ്ഷൻ സി 3, 2 എന്നിവ മാത്രം. ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവ. ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവ. ശരിയായ പ്രസ്താവനകൾ: 2 ദേശീയ ഗാനങ്ങളുള്ള ഏക രാജ്യമാണ് ന്യൂസിലാൻഡ്. സ്വന്തമായി ദേശീയ ഗാനമില്ലാത്ത രാജ്യമാണ് സൈപ്രസ്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് രവീന്ദ്രനാഥ ടാഗോറാണ്. ചുവടെ പറയുന്നവയിൽ ഏതെല്ലാം ഒളിമ്പിക്സ് മത്സരങ്ങളിലാണ് PT ഉഷ ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ടുള്ളത്? 1. 1980 മോസ്കോ ഒളിമ്പിക്സ്. 2. 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ്. 3. 1988 സിയോൾ ഒളിമ്പിക്സ്. 4. 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സ്. ഓപ്ഷൻ എ 1, 2, 3, 4 എന്നിവ. ഓപ്ഷൻ ബി
1, 2, 4 എന്നിവ മാത്രം. ഓപ്ഷൻ സി 2, 3, 4 എന്നിവ മാത്രം. ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവ മാത്രം. ഉത്തരം ഓപ്ഷൻ എ 1, 2, 3, 4 എന്നിവ. PT ഉഷ ഇന്ത്യ പ്രതിനിധീകരിച്ചിട്ടുള്ള ഒളിമ്പിക്സ് മത്സരങ്ങൾ 1980 മോസ്കോ ഒളിമ്പിക്സ്, 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ്, 1988 സിയോൾ ഒളിമ്പിക്സ്, 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. കേരള പ്രീമിയർ ലീഗ് സ്ഥാപിച്ചത് 2013-ലാണ്. 2. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ പ്രൊഫഷണൽ ഇന്ത്യൻ ഫുട്ബോൾ ക്ലബ് FC കൊച്ചി. 3. ജിമ്മി ജോർജ് ഇൻഡോർ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. 4. കൃഷ്ണഗിരി സൗകര്യം സ്ഥിതി ചെയ്യുന്നത് കാർ CD. ഓപ്ഷൻ എ 1, 2, 4 എന്നിവ മാത്രം. ഓപ്ഷൻ ബി 1, 2, 3 എന്നിവ മാത്രം. ഓപ്ഷൻ സി 2, 3, 4 എന്നിവ മാത്രം. ഓപ്ഷൻ ഡി 1, 2, 3, 4 എന്നിവ. ഉത്തരം ഓപ്ഷൻ ബി 1, 2, 3 എന്നിവ മാത്രം. ശരിയായ പ്രസ്താവനകൾ: കേരള പ്രീമിയർ ലീഗ് സ്ഥാപിച്ചത് 2013-ലാണ്. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ പ്രൊഫഷണൽ ഇന്ത്യൻ ഫുട്ബോൾ ക്ലബ് ആണ് FC കൊച്ചിൻ. ജിമ്മി ജോർജ് ഇൻഡോർ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം? 1. ഇന്ത്യൻ ദേശീയ മുദ്രയുടെ ചുവട്ടിലായി എഴുതിയിരിക്കുന്ന വാക്യമായ സത്യമേവ ജയതേ എന്നത് മുണ്ടകോ പ്രവർത്തനത്തിലുള്ള വാക്യമാണ്. 2. സത്യമേവ ജയതേ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദേവനാഗിരി ലിപിയിലാണ്. 3. ഹിന്ദി ഭാഷയുടെ ലിപി ദേവനാഗിരി ലിപിയാണ്. 4. സംസ്കൃത ഗ്രന്ഥങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്നത് ദേവനാഗിരി ലിപിയാണ്. ഓപ്ഷൻ എ 1, 2, 3 എന്നിവ മാത്രം. ഓപ്ഷൻ ബി 2, 3, 4 എന്നിവ മാത്രം. ഓപ്ഷൻ സി 2, 4 എന്നിവ മാത്രം. ഓപ്ഷൻ ഡി 1, 2, 3, 4 എന്നിവ. ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3, 4 എന്നിവ. ശരിയായ പ്രസ്താവനകൾ: ഇന്ത്യൻ ദേശീയ മുദ്രയുടെ ചുവട്ടിലായി എഴുതിയിരിക്കുന്ന വാക്യമായ സത്യമേവ ജയതേ എന്നത് മുണ്ടകോ പ്രവർത്തനത്തിലുള്ള വാക്യമാണ്. സത്യമേവ ജയതേ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദേവനാഗിരി ലിപിയിലാണ്. ഹിന്ദി ഭാഷയുടെ ലിപി ദേവനാഗിരി ലിപിയാണ്. സംസ്കൃത ഗ്രന്ഥങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്നത് ദേവനാഗിരി ലിപിയാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം? 1. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005-ലാണ്. 2. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് അഥവാ BPL-കാർക്ക് വിവരാവകാശ നിയമപ്രകാരം മറുപടി ലഭിക്കാൻ ഫീസ് നൽകേണ്ടതില്ല. 3. അപേക്ഷിക്കുന്ന തീയതി മുതൽ 25 വർഷം മുമ്പ് വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് വിവരാവകാശ നിയമപരിധിയിൽ വരുന്നത്. ഓപ്ഷൻ എ 1, 3 എന്നിവ മാത്രം. ഓപ്ഷൻ ബി 1, 2 എന്നിവ മാത്രം. ഓപ്ഷൻ സി 1, 2, 3 എന്നിവ. ഓപ്ഷൻ ഡി 2, 3 എന്നിവ. ഉത്തരം ഓപ്ഷൻ ബി 1, 2 എന്നിവ മാത്രം. ശരിയായ പ്രസ്താവനകൾ: വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005-ലാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് അഥവാ BPL-കാർക്ക്
വിവരാവകാശ നിയമപ്രകാരം മറുപടി ലഭിക്കാൻ ഫീസ് നൽകേണ്ടതില്ല. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.